അത് ഓരോ വിശ്വാസികൾ നേടിയെടുക്കുന്ന നിഷ്കളങ്കമായ സ്വകാര്യമായ നേട്ടങ്ങളാണ്. അപ്പം ചിലപ്പോൾ അത് എല്ലാവർക്കും അത് ബാധകമാകത്തില്ല, അത് ജനറലൈസ് ചെയ്യാൻ പറ്റത്തുമില്ല. വ്യക്തിപരമായ സ്വകാര്യ അനുഭവങ്ങളാണ്. ചില സ്വകാര്യ അനുഭവങ്ങൾ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ജനറലൈസ് ചെയ്യാവുന്ന സ്വകാര്യ അനുഭവങ്ങളുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായത് സുനിൽ എന്നും പറഞ്ഞ സഹോദരൻ്റെ സാക്ഷ്യമാണ്. അവർ കല്ലമ്പലം, അതെവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ കല്ലമ്പലത്തിൽ നിന്ന് അവരുടെ പേര്, ഭാര്യയുടെ പേര് ബീന, ഭർത്താവിൻ്റെ പേര് സുനിൽ എന്നാണ്. ഇത് ഈ ആഴ്ചയിൽ നല്ല നല്ല ഒത്തിരി സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നെ ബാധിച്ച സാക്ഷ്യം ഇതാണ്. എന്നെ ബാധിക്കണം എന്നാണ് ഞാൻ പറയണത് എപ്പോഴും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ ഒരു നമ്മുടെ ബുദ്ധിയൊക്കെ എപ്പോഴും ഇങ്ങനെ ഭ്രമിപ്പിച്ചുകൊണ്ടേയിരിക്കും. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്: ഒരു വീട്ടിൽ ഒരു അജ്ഞാതമായ ജനിതക രോഗം, ഒരേ രോഗം വന്ന് ആ വീട്ടിൽ 5 പേര് മരിച്ചു. 5 പേര് മരിച്ചെന്ന് പറയണത് രോഗം ഇതാണ്: ഒരു 45 വയസ്സാകുമ്പോൾ ആ വീട്ടിലുള്ള ഈ മരിച്ച 5 പേർക്കും അങ്ങനെയാണ്. 45 വയസ്സാകുമ്പോൾ അവിടെ ഒരു ഞരമ്പ് ശോഷിക്കാൻ തുടങ്ങും. തലയിലകത്തുള്ള ഞരമ്പ് ശോഷിക്കാൻ തുടങ്ങും. അപ്പോൾ ബ്ലഡ് ഓട്ടം, രക്തോട്ടം കുറയും. അപ്പോഴൊന്ന് കൈയും കാലും ഇങ്ങനെ ശോഷിക്കും. എന്നിട്ടിങ്ങനെ വളയും. എന്നിട്ട് ആളെ കിടപ്പാവും. 45 വയസ്സ് എന്നിട്ട് 52 വയസ്സാകുമ്പോൾ മരിക്കും. അതാണ് കണക്കാണ്. 45 വയസ്സ് രോഗം ആരംഭിക്കും. 52 എന്നിട്ട് അവിടെ വെച്ച് കിടക്കും. കിടന്നിട്ട് 5 വയസ്സ് കിടന്നിട്ട് 52 വയസ്സാകുമ്പോൾ ഇവർ മരിക്കും. അപ്പം അതൊരു കണക്കാണ്. അപ്പം അങ്ങനെ 5 പേര് ആ വീട്ടിൽ മരിച്ച്. 6ാമത്തെ ആളായിട്ടാണ് സുനിലിന് ഈ രോഗം പിടിക്കണത്. അപ്പോൾ സുനിലിനും ഇതുപോലെ തലഞരമ്പ് ശോഷിക്കാൻ തുടങ്ങി. ആൾ കിടപ്പായപ്പോൾ അവർ വന്ന് ഭാര്യ വന്ന് ഉടമ്പടി എടുത്ത് ഭർത്താവിന് കൊണ്ടുപോയി ഉടമ്പടി തൈലമൊക്കെ അപ്ലൈ ചെയ്തു. അയാൾ പതുക്കെ എഴുന്നേറ്റ് വന്ന് അയാൾ ജോലിക്ക് പോയി. 3 കൊല്ലം ജോലിക്ക് പോയി. അപ്പോൾ അയാളത് സാക്ഷ്യം പറയേണ്ട ഒരു കാര്യമായിട്ട് എടുത്തില്ല. അതാണ് വിഷയം. ചില ആൾക്കാർക്ക് എങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ആലപ്പുഴ വന്ന് പണി പഠിക്കരുതെന്ന് പറയുന്നത് എൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ചില ആൾക്കാർ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പതുക്കിക്കളയും. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കത്തില്ല അവർ. അപ്പോഴെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് മൂടി വെക്കാൻ പറ്റത്തില്ല. കാണിച്ചിരിക്കണില്ലേ? അപ്പോൾ അതൊക്കെ പ്രൊട്ടക്ഷൻ പോകും, സംരക്ഷണം പോകും. ദൈവത്തിന് കർത്താവ് വന്നപ്പോൾ ദൈവത്തിനുള്ള ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും. അപ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അത് ദൈവം മഹത്വപ്പെടാൻ വേണ്ടിയുള്ളതാണ്. കാര്യം ഹെബ്രായർ 2:4 അനുസരിച്ചുകൊണ്ട് പല വിധത്തിലുള്ള ശക്തിപ്രവൃത്തികളിൽ ഒന്നാണ് ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും പലതരത്തിലുള്ള ശക്തിപ്രവർത്തനങ്ങളും അതിലൊന്നാണ് ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇയാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ അത് സ്വാഭാവികമായ രക്ഷപ്പെടലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ മഹത്വം കൊടുക്കാതെ അയാൾ ജോലിക്ക് പോയി. പിന്നെ 3-ാം കൊല്ലം അയാൾ അതുപോലെ തന്നെ വെട്ടിയിട്ട തടി പോലെ ആൾ വീണ് പഴയ രോഗം തിരിച്ചു വന്ന്. അപ്പോൾ സാക്ഷ്യം പറയാതിരിക്കുന്നവർക്കെല്ലാം പഴയ അസുഖം തിരിച്ചു വരുമെന്ന് ഞാൻ പറയത്തില്ല. അതിൻ്റെ 3 ഇരട്ടിയായിട്ട് വേറെ പണികളൊക്കെ തിരിച്ചു വരും, ഒരു സംശയമില്ല. സാക്ഷ്യം പറയാതിരിക്കുന്ന ആൾക്കാർക്ക് പഴയ അസുഖം തിരിച്ചു വരുമെന്ന് ഞാൻ പറയത്തില്ല. അതിൻ്റെ പല വെറൈറ്റി തിരിച്ചു വരും. എന്താ കാര്യം എന്നറിയാവോ? അതിൻ്റെ കാരണം നിങ്ങൾ സാക്ഷ്യം ദൈവത്തിന് മഹത്വം കൊടുക്കാത്തടത്തോളം കാലം നിങ്ങളാരായി? കടക്കാരായി മാറി. കടക്കാർക്ക് എന്താ സംഭവിക്കുന്നത്? പ്രൊട്ടക്ഷൻ പോയി. ദൈവവും നിങ്ങളും തമ്മിലുള്ള റിലേഷനിൽ നിങ്ങളെ കടക്കാരായി നിൽക്കണം. അപ്പോൾ അതിനോടുകൂടി നിങ്ങളുടെ സംരക്ഷണം പോയി.